കാണാൻ പറ്റാത്തത് മുന്നിൽ വരുമ്പോൾ കണ്ണിന്റെ രൂപം മാറ്റണമെന്നല്ലേ അള്ളാഹുവിന്റെ നിർദ്ദേശം. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. മുഅ്മിനീങ്ങളോട് തങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ, കാണാൻ പറ്റാത്ത അവസ്ഥകൾ സംജാതമാകുമ്പോ കണ്ണൊന്ന് ചിമ്മണം, കണ്ണൊന്ന് തിരിക്കണം, മറ്റൊരു ഭാഗത്തേക്ക് നോട്ടം മാറ്റണം, അതുവഴി സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കണം. ദാലിക അസ്കാ ലഹും, അതവർക്ക് ഏറ്റവും വലിയ വിശുദ്ധിയാണ്. കാഴ്ച പലപ്പോഴും നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന ഒന്നാണ്. പലതും കാണുമ്പോൾ നമ്മുടെ മനസ്സിന്റെ രൂപഭാവങ്ങളൊക്കെ മാറും. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളുകളുടെ മനസ്സ് വല്ലാത്ത ക്ലിയർ ഉള്ള മനസ്സാണ്. കാരണം കാണാൻ പറ്റാത്ത ഒരു ചിത്രങ്ങളും അവരെ മനസ്സിൽ പകർന്നിട്ടില്ല. അതിന്റെ ഒരു തനിമ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കണ്ണുവട്ടന്മാരെ കൽബിന്റെ വിശുദ്ധി ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവർക്ക് കിബറുണ്ടോ? കിബറില്ല. റുജുബുണ്ടോ? റുജുബില്ല. ഹസദുണ്ടോ? ഹസദില്ല. ഹിർസുണ്ടോ? ഹിർസില്ല. ഇതിനൊക്കെ കാരണം കാഴ്ചയാണ്. ഒരാളെ കാണുമ്പോ, അയാളുടെ പുരോഗതി കാണുമ്പോ നിനക്കൊരു ഹസദ്. നിന്റെ ചില പ്രവർത്തനങ്ങൾ നീ സ്വന്തം വിലയിരുത്തിയിട്ട് നിനക്കൊരു റുജുബ്. ഞാൻ അത്യാവശ്യം തിരക്കേടില്ല, ഞാൻ കുറച്ചൊക്കെ ഇൽമുള്ള ആളാണ്, കുറച്ചൊക്കെ തഖ്വയുള്ള ആളാണ്, കുറച്ചൊക്കെ ഇബാദത്തുള്ള ആളാണ്, കുറച്ചൊക്കെ അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാണ്, നിനക്കൊരു റുജുബ്. പലതും കാണുമ്പോ നിനക്കൊരു ഹിർസ് കണ്ടിട്ട് ഒരു അതിമോഹം. അങ്ങനെ എനിക്കും, ഇങ്ങനെ എനിക്കും, എങ്ങനെ ആയാലും വേണ്ടില്ല, അങ്ങനെ ഒന്നും എനിക്ക് വേണം, പറ്റാൻ വേണ്ടില്ല, പറ്റാത്തായാലും വേണ്ടില്ല, അത് വേണം. മോഹം വരികയാണ്. ഈ മോഹങ്ങളൊന്നുമില്ല കാണാത്തതുകൊണ്ട്. അപ്പൊ കൽബിന്റെ ക്ലിയർ എത്ര നല്ല ക്ലിയറാ. കൽബ് ക്ലിയർ ആകാൻ നോട്ടം നിയന്ത്രിക്കണം. നോട്ടം നിയന്ത്രിക്കാൻ ആർക്കേ കഴിയുള്ളൂ? ഖൗഫുള്ളവർക്കേ കഴിയൂ. അള്ളാഹുവിനെ പേടിക്കുന്നവർക്കേ നോട്ടം നിയന്ത്രിക്കാൻ കഴിയൂ. നോക്കാൻ പാടില്ലാത്തതിലേക്കുള്ള ഒരു നോട്ടം ഒരാൾ നിയന്ത്രിച്ചാൽ എത്ര വലുതാണ്. നിനക്ക് കാണാൻ പാടില്ലാത്ത ഒന്നും നീ കാണരുത്, കാണാൻ പാടില്ലാത്ത ഒന്നിലേക്കും നീ നോക്കരുത്. അത് വലിയൊരു സംഗതിയാണ്. അള്ളാഹു അനുവദിക്കാത്തതിലേക്ക് ഒരു മനുഷ്യൻ നോക്കിയാൽ അള്ളാഹുവിനെ ഒരു നോട്ടം, നിനക്ക് പടച്ച റബ്ബിലേക്ക് ഒരു നോട്ടം വേണ്ടേ നിന്റെ കണ്ണുകൊണ്ട്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ നളറ ഇലാ മാ ലാ യഹില്ലു ലഹു, അള്ളാഹു അനുവദിക്കാത്തതിലേക്ക് ഒരാൾ നോക്കിയാൽ ഹറമല്ലാഹു അലൈഹി അൻ നളറ ഇലാ വജ്ഹിഹി, അള്ളാഹുവിന്റെ ദർശനം അള്ളാഹു അവന് നിഷിദ്ധമാക്കും. അള്ളാഹുവിനെ കാണണ്ടയോ സഹോദരാ? പടച്ച റബ്ബിനെ കാണാൻ എന്തൊരു ആഗ്രഹമാണ് മുഅ്മിനീങ്ങൾക്ക്. ആ കാഴ്ചക്കുള്ള മുഖത്തിന് എന്തൊരു പ്രകാശമാണ്. പക്ഷേ ആ പ്രകാശം ഉണ്ടാകണമെങ്കിൽ നിന്റെ കണ്ണിനെ നീ നിയന്ത്രിക്കണം. കണ്ണിനെ നിയന്ത്രിക്കാതെ പടച്ച റബ്ബ് അനുവദിക്കാത്തതിലേക്ക് മുഴുവനും നീ നോക്കിയാൽ അള്ളാഹു അവനിലേക്കുള്ള നോട്ടം നിനക്ക് തടയും. വൽഖാഹു ഫിന്നാർ, അവനെ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയും. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ഇന്ന് പലതും പല സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഉപകരണങ്ങളിലൂടെ നിങ്ങൾ എന്ത് കണ്ടാലും ദുഷിക്കുന്നത് കാണാൻ പാടില്ല. ഖൽബിന്റെ ചിത്രം മാറുന്ന ഒന്നും കാണാൻ പാടില്ല. ഖൽബിനെ കേടുവരുത്തുന്ന ഒരൊറ്റ ചിത്രവും നോക്കാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങളുടെ വാപ്പ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, ഉമ്മ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, പിന്നെയൊക്കെ നന്നാകാമെന്ന ചിന്തയാണെങ്കിലും ആ നോക്കുന്നത് കാണാൻ പറ്റാത്തതല്ലേ, അള്ളാഹു ഹറാമാക്കിയതല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ നോട്ടം വേണ്ട. നല്ല സൗന്ദര്യമുള്ള സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹജ്ജിന് പോകുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഹനത്തിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ട്. വാഹനത്തിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നുണ്ട് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നല്ല യുവാവാണ്, നല്ല ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അപ്പുറത്തതാ ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് മുത്തുനബി തങ്ങളെയും കാത്തൊരു വിഷയം ചോദിക്കാൻ വേണ്ടി വഴിയോരത്ത് നിൽക്കുന്നു. ആ പെണ്ണിനെ കണ്ടപ്പോ ഫദ്ൽ ഇബ്നു അബ്ബാസ് തങ്ങൾ ഒറ്റ നോട്ടം നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൊണ്ട് ഫദ്ൽ ഇബ്നു അബ്ബാസ് തങ്ങളെ മുഖം തിരിച്ചു കളഞ്ഞു. നോക്കരുത് ഫദ്ലേ. ഒരൊറ്റ നോട്ടം നോക്കിയിട്ടേ ഉള്ളൂ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഒരു നോട്ടം നോക്കിയപ്പോഴേക്ക് തങ്ങൾ മുഖം തിരിച്ചു. നോക്കരുത് ഫദ്ലേ.
ഖസ്അം ഗോത്രത്തിൽപ്പെട്ട ആ പെണ്ണ് അവിടെ നിൽക്കുന്നത് ഒരു ചോദ്യം ചോദിക്കാനാണ്, ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മസ്അല. ഞാൻ ഈ കുട്ടിയെയും കൊണ്ട് ഹജ്ജിന് വന്നതാണ്, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഉത്തരം നൽകി. അങ്ങോട്ട് എത്തുന്ന വഴിയിലാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നോട്ടം. തങ്ങൾ അത് തടഞ്ഞു. എന്താ നമ്മൾ പഠിക്കേണ്ടത്? എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? അള്ളാഹു അനുവദിക്കാത്ത ഒന്നിലേക്കും നോക്കരുത്. മുമ്പ് കാലത്തൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ സജീവമായി വരുന്നതിന്റെ മുമ്പ് നമ്മുടെ നാട്ടിൽ ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ നല്ല ഖൗഫായിരുന്നു. ഇതെല്ലാവരുടെ കയ്യിലും വിളിക്കാൻ പറ്റുന്നതല്ല, അതിന്റെ അപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ എത്തിയപ്പോ എല്ലാവരും മറിച്ചു നോക്കാണ്. പടച്ചോൻ ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ കാണാതിരിക്കുക? സ്വർഗത്തിലെ ഹൂറിലീങ്ങളല്ലേ വഴിവഴിയായി കാണുന്നത്. എന്തെല്ലാം കാഴ്ചകളാണ്. മുമ്പ് നമ്മുടെ നാട്ടില് തീരെ സിനിമ കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നു, നാടകം കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കുന്നില്ല ആരെങ്കിലും കാണാത്തവരുണ്ടോന്ന്. അത്രയും അപൂർവമാണ്. നമ്മളാ നിയന്ത്രിക്കേണ്ടത് പടച്ച റബ്ബിനെ ഖൗഫ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയന്ത്രണം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള നിയന്ത്രണം. അള്ളാഹുവിനെ പേടിക്കുന്നവർക്കേ അങ്ങനെ നോട്ടം മാറ്റാൻ കഴിയൂ. അതാണ് സഹോദരങ്ങളെ ശരിയായ നിലക്കുള്ള ഖൗഫ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ചെറുപ്പക്കാരൻ ജമാഅത്തിന് പോകുമ്പോൾ കാത്തു നിൽക്കുന്ന പെണ്ണ് ഒരുപാട് തവണ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വീട്ടിന്റെ മുറ്റത്ത് നിൽക്കും. ചെറുപ്പക്കാരൻ അങ്ങോട്ട് നോക്കാതെ തലയും താഴ്ത്തിയൊരു പോക്കാണ്. അതിന് കഴിയോ ചെറുപ്പക്കാരെ? അതാണ് നല്ല ചെറുപ്പക്കാരന്റെ ലക്ഷണം. മുന്നിലേക്കൊരു സഹോദരി വരുമ്പോ ഒരുപാട് തവണ നോക്കി ആസ്വദിക്കുന്നതല്ല ഈമാനും ഇഖ്ലാസും ഖൗഫും. ഒറ്റ തവണ നോക്കാതെ കണ്ണ് തായോട്ട് തിരിക്കുന്നതാണ്. അത് എത്ര നല്ല പെണ്ണാണെങ്കിലും, എത്ര അടുത്ത ബന്ധമുള്ള പെണ്ണാണെങ്കിലും, അടുത്ത് ഇടപഴകുന്ന കൂട്ടുകാരിയാണെങ്കിലും, നിനക്ക് കാണൽ അനുവദിക്കാത്ത രൂപത്തിലുള്ള മെമ്പറാണോ, നിന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു കളയണം, മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കളയണം. വഴിയോരത്ത് കൂട്ടം കൂടി നിൽക്കുന്ന സ്വഹാബിമാരോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, വഴിയോരത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു ചെറുപ്പക്കാരായ സ്വഹാബിമാര്, എന്തിനാ നിങ്ങൾ ഇവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങള് ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി ഒന്ന് ഇരുന്നതാണ്. ചില ആളുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ വഴിയോരങ്ങളിൽ ഷെഡ് കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ചില നിയമങ്ങളൊക്കെ നിങ്ങൾ പാലിക്കണം. എന്താ നബിയെ നിയമങ്ങൾ പാലിക്കേണ്ടത്? പ്രധാനമായും വല്ലുൽ ബസ്വരി അൻ മഹാരിമില്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്ന് കണ്ണിനെ മാറ്റിക്കളയണം. കഫുൽ അദാ, ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല, വാക്കുകൊണ്ടും അല്ലാതെയും ഉപദ്രവിക്കാൻ പാടില്ല. റദ്ദുസ്സലാം, ആരെങ്കിലും സലാം പറഞ്ഞാൽ സലാം മടക്കണം. അംറും ബിൽ മഅറൂഫി, നല്ലത് കൊണ്ട് മറ്റുള്ളവരോട് കൽപ്പിക്കണം. നഹിയുൻ അനിൽ മുൻകരി, എന്ത് തിന്മ കണ്ടാലും അതിനെ വിലക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമേ ഇവിടെ ഇരിക്കാവൂ, അല്ലെങ്കിൽ ഓരോരുത്തരും വീട്ടിലേക്ക് പോകണം. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഗീബത്ത് പറയാൻ തുടങ്ങിയാൽ വേണ്ടാന്ന് പറയാനുള്ള ചങ്കൂറ്റം വേണം. എങ്കിലേ നീ എവിടെ ഇരിക്കാവൂ, അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് ഉൾക്കൊള്ളണം. നിന്റെ കൂട്ടത്തിൽ സഭയിൽപ്പെട്ട കൂട്ടുകാരിൽ ഒരാൾ തുടങ്ങി പറ്റാത്തൊരു സംസാരം, നിർത്തിക്കളയാനുള്ള കഴിവ് നിനക്ക് വേണം. അതാണ് നഹിയുൻ അനിൽ മുൻകർ, തിന്മ വിലക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞത് അതാണ്. അതേ ഉപകാരമില്ലാത്ത എന്തെങ്കിലും വർത്തമാനം പറയുമ്പോ തടയാനുള്ള കഴിവ് നിനക്കുണ്ടാകണം. നീ മറ്റുള്ളവരോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോ അത് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന കാര്യമാകരുത്, നന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാകണം. നിന്റെ മുന്നിലൂടെ ഒരാൾ പോകുമ്പോ സലാം പറഞ്ഞു, അയാൾ ഒരു ദുർബല മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അയാളെ സലാം തിരസ്കരിക്കരുത്, സലാം മടക്കണം. ഒരു പെണ്ണ് മുന്നിലൂടെ പോകുമ്പോ ആ പെണ്ണിനെ പരിഹസിച്ചുകൊണ്ട്, ആ പെണ്ണിന്റെ ശരീരത്തിന്റെ അടക് നോക്കിക്കൊണ്ട് ആസ്വദിക്കാൻ കൂട്ടം കൂടി നിൽക്കരുത്. അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങരുത്, അതിനു വേണ്ടി സംഘം കൂടിയിട്ട് കൂട്ടം കൂടി ഇരിക്കരുത്. വല്ലുൽ ബസ്വർ, കണ്ണിനെ ചിമ്മിപ്പിക്കുന്നതും ശ്രദ്ധ മാറ്റുന്നതും അതിൽ പ്രധാനപ്പെട്ട കടപ്പാടാണ്. അല്ലെങ്കിൽ അങ്ങനെ കൂട്ടം കൂടി ഇരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇരിക്കുന്നവരോടൊക്കെ, സംഘം ചേർന്നിരിക്കുന്നവരോടൊക്കെ ഒരാൾ ആ പെണ്ണിന്റെ അഴകിനെ പറ്റി അന്വേഷിക്കുമ്പോഴേക്ക് മറ്റേയാൾ അത് നിർത്തിക്കളയണം, പാടില്ല എന്ന് പറയണം.
ചെറുപ്പക്കാരെ ഖൗഫ്, നല്ല നല്ല യുവാക്കളെ ഖൗഫൊക്കെ നമുക്ക് മാതൃകയാണ് സഹോദരങ്ങളെ. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലുള്ള ആ ചെറുപ്പക്കാരന്റെ ഒക്കെ ഖൗഫ് നോക്ക് നിങ്ങൾ. തായോട്ട് നോക്കി അങ്ങനെ നടന്നു പോകും ജമാഅത്തിന്. അസ്ർ നിസ്കാരത്തിന് പോകുമ്പോ അപ്പോഴുണ്ടാകും ഈ പെണ്ണ് മുറ്റത്ത് തന്നെ ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. ആ പെണ്ണിന് ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് വല്ലാത്ത ആകർഷണീയത. അങ്ങനെ 2-3 ദിവസങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞെങ്കിലും ഒരു നിരക്കും ശ്രദ്ധ കൊടുക്കാതെ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കാതെ കടന്നു പോകുന്ന ചെറുപ്പക്കാരനെ ഈ പെണ്ണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്ന നിലക്ക് വിളിച്ചു വരുത്തി. വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ പെണ്ണ് കതകടച്ചു. കുറെ ദിവസമായി ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് ആ ചെറുപ്പക്കാരൻ ശരീരം മുഴുവനും വിറച്ച് ശരീരത്തിന്റെ നിറമൊക്കെ മാറിയിട്ട് ആ ചെറുപ്പക്കാരൻ ഒരു ഭാഗത്ത് വീണുപോയി. വീഴാനുള്ള കാരണം അള്ളാഹുവിനെ പേടിച്ചതാണ്. പടച്ച റബ്ബിന്റെ ഖൗഫാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എനിക്കൊരു നൃത്തം നിൽക്കാനുണ്ട്. ഇവിടെ ആര് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതൊരു വിഷയമല്ല, അതൊരു പ്രശ്നമേ അല്ല. ഇവിടെ തന്നെ ബോധം കെട്ടി വീഴുന്നവർ അവിടെ എത്ര തവണ ബോധം കെട്ടി വീഴേണ്ടി വരും? എങ്ങോട്ടാ സഹോദര അവിടെ ഒളിച്ചോടി പോകാൻ കഴിയുക? എവിടേക്കാണ് അവിടെ നിന്ന് ശ്രദ്ധ മാറാൻ കഴിയുക? റെക്കമെന്റിന് നിനക്ക് ആരാണ് ഉണ്ടാവുക? ഇവിടെ റെക്കമെന്റിന് ഒരുപാട് ആളുകളുണ്ട്. ശ്രദ്ധ മാറ്റിക്കളയാനും നിന്റെ കേസ് മാറ്റാനും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ചേഞ്ച് ചെയ്യാൻ ഒരാളെ കിട്ടുമോ? നിരപരാധിയാണെന്ന് നിന്നെ പറ്റി പറയാൻ ഒരൊറ്റ നാവെങ്കിലും അവിടെ പൊങ്ങുമോ? ഞാനും നീയും ചെയ്തു വെച്ച നന്മയും തിന്മയും വിളിച്ചു പറയുന്നൊരു ഭൂമി അവിടെ വരാനുണ്ട്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വർത്തമാനങ്ങളൊക്കെ വായിക്കുന്നൊരു ദിവസമുണ്ട്. ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്ത നന്മകൾ ഭൂമി വെളിവാക്കി പറയും. ഇന്നിവിടെ ഈ മജ്ലിസിൽ വന്നിട്ട് നമ്മൾ നന്മ ചെയ്തവരാണോ? ആ നന്മ നാളെ ആഖിറത്തിൽ ഭൂമി അവിടെ വെളിവാക്കി പറയും. സാക്ഷികളായിട്ട് ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല വരുന്നത്, മലക്കുകൾ അതിന് സാക്ഷിയാണ്. ഈ സമയം അതിന് സാക്ഷിയാണ്. ഈ ചരാചരങ്ങൾ അതിന് സാക്ഷിയാണ്. ഇക്കാണുന്ന പള്ളിയും അക്കാണുന്ന മദ്രസയും എല്ലാം സാക്ഷികളാണ്. അതേ സമയത്ത് തിന്മ ചെയ്തൊരു ഭൂമിയാണോ, ആ ഭൂമിയും അവിടെ വരും. എന്തിനാണ് ഭൂമി വരുന്നത് എന്നറിയുമോ? മനുഷ്യൻ നിഷേധിക്കാൻ എളുപ്പം മുന്നോട്ട് വരുന്നവനല്ലേ. ഭൂമി കാണുമ്പോൾ അവന് ഓർമ്മ വരും. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയും. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചാണ് നീ അത് ചെയ്തത് എന്ന് ഭൂമി ഉറക്കെ പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയില്ല. ഭൂമിക്ക് അങ്ങനെ ഒരു സന്ദേശം കൊടുക്കുമ്പോഴല്ലേ അല്ലാഹു തആല ഭൂമിയെ കൊണ്ടങ്ങനെ പറയിപ്പിക്കുന്നത്. അതെല്ലാം ഓർത്തിട്ടാണ് ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ വീണുപോയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലമാണ്. ആ ചെറുപ്പക്കാരന്റെ ഉപ്പ തന്റെ മകനെ കാണാതെ അന്വേഷിച്ചു വന്നപ്പോ ആ വീട്ടുകാരിയായ സഹോദരി യുവതി പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇവിടെയുണ്ട്. ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ മകനെ ക്ഷണിച്ചു വരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങളെ മകൻ വീണുപോയി. ഉപ്പ മകനെയും പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ ആ യുവാവ് മരണപ്പെട്ടുപോയി. ഒരു സങ്കടകരമായ മരണം. ജമാഅത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ മരിച്ചു. മരണമൊക്കെ കഴിഞ്ഞ് ജനാസ നിസ്കാരം കഴിഞ്ഞ് ജന്നത്തുൽ ബഖീൽ ആ ചെറുപ്പക്കാരന്റെ ഖബർ റെഡിയാക്കി ഉമർ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഓതിക്കൊടുത്തു 2 ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു 2 സ്വർഗങ്ങൾ നൽകുന്നുണ്ട് എന്നൊരു ആയത്ത് ഓതിക്കൊടുത്തപ്പോൾ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവര് കേൾക്കുന്ന രൂപത്തിൽ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമുക്കതിന് യോഗ്യതയുണ്ടോ? ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, അന്നല്ലാഹ അഅതാനിഹിമാ യാ ഉമറൂ. ഉമർ തങ്ങളെ, ആ 2 സ്വർഗങ്ങളും അല്ലാഹു എനിക്ക് നൽകിക്കഴിഞ്ഞു.
മണ്ണിട്ട് മൂടിയിട്ട് ഖബറിന്റെ ഒരു ഭാഗത്തിരുന്ന് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർക്ക് 2 സ്വർഗമുണ്ടെന്ന ആയത്ത് ഓതിക്കൊടുത്തപ്പോ ഉള്ളിൽ നിന്ന് വന്ന റിസൾട്ട് എന്താന്ന് നിങ്ങൾ നോക്ക്. ആ 2 സ്വർഗങ്ങളും അള്ളാഹു എനിക്ക് നൽകിക്കഴിഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വീണുപോയത് ആ പെൺകുട്ടിയുടെ ശരീരം എനിക്ക് കിട്ടാത്തതിന്റെ പേരിലല്ല, ശരീരത്തിൽ ആശ കൂടിയിട്ട് ആഗ്രഹം കൂടിയിട്ട് എനിക്ക് ഈ ശരീരം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ടല്ല. ഞാൻ ഈ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും അനാവശ്യങ്ങൾ ചെയ്താൽ പടച്ച റബ്ബിന്റെ മുന്നിൽ എനിക്ക് നിൽക്കണമല്ലോ എന്നൊരു ചിന്തയും ബേജാറും എന്റെ മനസ്സിൽ വന്നപ്പോ, ആ ഖൗഫ് അങ്ങോട്ട് തീവ്രമായി വന്നപ്പോ ഞാൻ അവിടെ വീണുപോയി. അള്ളാഹുവിനെ പേടിച്ചാണ് സത്യത്തിൽ ആ ചെറുപ്പക്കാരൻ വെച്ചു. ആരൊക്കെ നിന്നെ ക്ഷണിച്ചിട്ടും നീ അതിലേക്ക് പോയില്ല. സാഹചര്യങ്ങൾ പലതും മുന്നിൽ വന്നിട്ടും നീ അതിന് നിന്ന് കൊടുത്തില്ല. വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നീ അങ്ങ് ജീവിച്ചെങ്കിൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, നിനക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്.